ഹായ് എവരിവൺ. നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് ജീവിക്കേണ്ടതിന് ആവശ്യമായ ഒരു 5 പോയിന്റാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള 5 പോയിന്റാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് സക്സസിന്റെ മീനിങ്. അതായത് പേഴ്സൺ ടു പേഴ്സൺ സക്സസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫൈൻഡ് എ പാഷൻ എന്നാണ്. അതായത് നമുക്കിഷ്ടമുള്ള ഒരു പാഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പാഷന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എക്സാമ്പിൾ, നമുക്കിഷ്ടമുള്ളൊരു മേഖല അല്ലെങ്കിൽ ഒരു ഏരിയ തിരഞ്ഞെടുത്ത് അതിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സക്സസ്സിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലായിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഷോ കമ്മിറ്റ്മെന്റ് എന്നാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പാഷൻ ഉണ്ട്, ആ പാഷൻ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ പാഷന് വേണ്ടി നമ്മൾ അതിനൊരു കമ്മിറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളോടോ പറഞ്ഞ് അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെത്താൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്ത് നമ്മൾ ആ പാഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കണം. അതായത് നമ്മൾ അത് പ്ലാൻ ചെയ്യണം, ഗോൾസ് സെറ്റ് ചെയ്യണം, ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾസ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പാഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള കമ്മിറ്റ്മെന്റ് നന്നായി ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് ആ കമ്മിറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് നമ്മൾ പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലേൺ ഫ്രം ദി ജേർണി എന്നാണ്. അതായത് നമ്മൾ പോകുന്ന ആ ഒരു യാത്രയിൽ നമ്മൾ ലേൺ ചെയ്യുക, അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ പാഷൻ അല്ലെങ്കിൽ അംബീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള ഒരു പാഷൻ ആണെങ്കിൽ ആ പാഷൻ ഒരിക്കലും നമ്മൾ ആദ്യ തവണ അല്ലെങ്കിൽ തുടക്ക സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ അച്ചീവ്മെന്റ്സ്, സ്മോൾ അച്ചീവ്മെന്റ്സിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് അതിൽ നമ്മൾ സന്തോഷിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് നമ്മുടെ ലോങ് ടേം ആ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പാഷനിലേക്ക് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മോൾ അച്ചീവ്മെന്റ്സിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് അത് ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതെ അതിനെയും കൂടെ കൺസിഡർ ചെയ്ത് മുമ്പോട്ട് പോവുക. അതായത് ലേൺ ഫ്രം ദി ജേർണി. നെക്സ്റ്റ് പോയിന്റ്, അതായത് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാവ് ഫൺ എലോങ് ദി വേ. നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ ഫൺ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും നമുക്കൊരു സക്സസ്സിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ പറഞ്ഞത് സ്മോൾ അച്ചീവ്മെന്റ്സ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യുകയും അല്ലെങ്കിൽ സന്തോഷിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് മുമ്പോട്ട് സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ചാൻസ് കൂടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ജോലിയിൽ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അതിനകത്തൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യത്തുമില്ല. അതുപോലെ തന്നെ നമുക്ക് പുതിയ ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ ആളുകളെ കാണുകയും അവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാനും നമുക്ക് പോകുന്ന വഴി കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സക്സസ്സിലോട്ട് പോകാനുള്ള ചാൻസും കൂടും. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തിങ്ക് പോസിറ്റീവ്ലി. അതായത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും അതുപോലെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്യുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു എനർജിയും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയും രണ്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തൊരു കാര്യം അപ്രോച്ച് ചെയ്താൽ നമുക്ക് ആ ലഭിക്കാനുള്ള അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയും, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യത്തിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അച്ചീവ് ചെയ്യാൻ വരുന്ന ഒരു സാധ്യതയും അല്ലെങ്കിൽ പോസിബിലിറ്റിയും നമുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും നമ്മുടെ ഉള്ള പാഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു പാഷൻ ആയിരിക്കും. ആ പാഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ നെഗറ്റീവ് ആവും. എന്നാൽ ആ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എക്സാമ്പിൾ, നമ്മളൊരു ജോലിക്ക് വേണ്ടി ജോലിക്ക് പോകുമ്പോൾ ഒരു തവണ നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് കരുതി നമുക്ക് എല്ലാ ഇന്റർവ്യൂവിലും കിട്ടാതിരിക്കത്തില്ല. ഏതെങ്കിലും ഇന്റർവ്യൂവിൽ നമുക്ക് കിട്ടും. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ആ ഒരു നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റണം. എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിരിക്കും. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സക്സസ് എന്ന് പറയുന്നത് പലർക്കും ഡിഫറെൻ്റ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.